ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയ്ക്കായി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി കെ.ടി. ശങ്കരനെ നിയമിക്കും. ജസ്റ്റിസ് കെ.ടി. ശങ്കരനാകും അന്വേഷണം നടത്തുക. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവമുണ്ടാകും. അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ സംഭവങ്ങളിലെല്ലാം വലിയ സംശയം, വലിയ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ പേരും വന്നിരിക്കുകയാണ്. ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ റിട്ടയർഡ് ജസ്റ്റിസാണ് ഈ രേഖകളടക്കം പരിശോധിക്കുക. തിരുവാഭരണം ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുക ജസ്റ്റിസ് കെ.ടി. ശങ്കരനാകും. വിവരങ്ങൾ. ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ള എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കുന്നത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. തിരുവാഭരണം രജിസ്റ്റർ, അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂം രജിസ്റ്റർ, ഇതുൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധന വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയായ കെ.ടി. ശങ്കരൻ അന്വേഷിക്കും. ഒപ്പം തന്നെ ഈ അന്വേഷണം നടത്തി ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന് പക്ഷേ രഹസ്യ സ്വഭാവം വേണമെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കണം, രഹസ്യ സ്വഭാവം പുലർത്തണം. എല്ലാ സഹായ സഹകരണങ്ങളും ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും, തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോഴാണ് പുറത്തു വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ദ്വാരപാലക ശില്പപാളി അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയത് ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്നുള്ളതാണ് ഈ ദേവസ്വം മാനുവൽ പ്രകാരം നിർദ്ദേശമുള്ളത്. പക്ഷേ ആ ദേവസ്വം മാനുവലിലെ ചട്ടം ലംഘിക്കപ്പെട്ടു. 2019 ഈ സ്വർണ്ണപ്പാളി സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് തന്നെ മാനുവലിന്റെ ലംഘനമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും തിരിച്ചെത്തിച്ച സമയത്ത് അതിന്റെ ഭാരം എത്രയെന്ന്, തൂക്കം എത്രയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, മഹസറിൽ വ്യക്തമാക്കിയിട്ടില്ല. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഭരണതലത്തിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കണ്ടെത്തിയ സംഭവം ഞെട്ടൽ ഉളവാക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും പരാമർശം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വീഴ്ചകളൊന്നും തന്നെ യാതൊരു ഘട്ടത്തിലും അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ശക്തമായിട്ടുണ്ടാകണം. ദേവസ്വം ഉദ്യോഗസ്ഥരും ഒരുപോലെ കുറ്റക്കാരാണെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങൾ, ധ്വജസ്തംഭം, അതോടൊപ്പം തന്നെ അമൂല്യ രത്നങ്ങൾ, ഈ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയിൽ ഒന്നും തന്നെ ശരിയായ രേഖകളില്ല. 99 ആ രേഖകൾ ശരിപ്പെടുത്താൻ റിട്ടയർഡ് ജസ്റ്റിസ് കെ.ടി. ശങ്കരനെ നിയമിച്ചിരിക്കുകയാണ്. രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.